അത് കഴിഞ്ഞിട്ട് പുള്ളി ചക്ക വെച്ചൊരു അഭ്യാസം കാണിച്ചു. ചക്ക മറ്റേ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്കക്കുട്ടന്മാരൊക്കെ ഇറക്കിയതിന് കിറ്റക് സാബു സാറിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ എങ്ങനെ ചീത്തപ്പേരുണ്ടാക്കാം എന്ന് വിചാരിച്ച് മാത്രമാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, ഇറക്കിയിട്ടുള്ളത്. കാരണം ഈ ചക്ക വെച്ച് പുള്ളി ചുഴറ്റുന്നുണ്ട്. ഇനി ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത രംഗത്ത് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്. ആ കമന്റിനോട് ഞാൻ യോജിക്കുന്നു. ഈ ഇലക്ഷൻ തീർന്നു പോയതിൽ ഞാൻ അങ്ങേയറ്റം സങ്കടപ്പെടുന്നു. കാരണം ഇത്തരത്തിലുള്ള കോമഡികൾ തുടരുമായിരുന്നു. മനസ്സിലായി, നമ്മുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞാൽ പലപ്പോഴും വലിയ പ്രഷറും സമ്മർദ്ദവും നമ്മൾ രാഷ്ട്രീയമായ ഗൗരവത്തിലുള്ള ചർച്ചയൊക്കെ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ കിറ്റക് സാബുവിൻ്റെ ഒരു ബിഗ് ബോസ് കോമഡി ആയിരുന്നു ഇത്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ അദ്ദേഹത്തെ അറിയിക്കുന്നു. അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരാളാണ്. നമ്മളൊരു പ്രോഗ്രാം ചെയ്തുകൊണ്ട് ഇത് കണ്ടിട്ട് അദ്ദേഹം എന്നെ വിളിച്ച് പരിചയപ്പെട്ട ഒരാളാണ്. പിന്നീട് ഞാൻ പല കാര്യത്തിനും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇലക്ഷൻ തൊട്ട് മുമ്പൊക്കെ അദ്ദേഹത്തെ കണ്ടിരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യാത്തതിനോ അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് പറഞ്ഞ കാര്യം അതിനൊന്നും ഒരു ബുദ്ധിമുട്ട് എനിക്കില്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിച്ചു കളയരുത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോമഡികൾ കണ്ടിട്ട് എനിക്ക് എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇനി ഇത് പോട്ടെ, അടുത്തുണ്ട് ഈ അഖിൽമാരാരിൽ മാത്രം നമ്മൾ ഒതുക്കിയിരിക്കുന്നത് അല്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം നടത്തിയിട്ടുള്ള മറ്റു പ്രസ്താവനകളാണ് RSS വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹിന്ദു രാജ്യത്ത് ഒരു ഈ പറയുന്ന ഇന്ത്യ രാജ്യത്ത് ഒരു മുസ്ലിം പള്ളി പോലും ബാക്കി കാണില്ല. എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞിട്ടും പറയുന്നതല്ലെന്ന് ഇവനൊക്കെ വിട്ട് കളഞ്ഞേക്ക്. ഇവനിപ്പോൾ മറ്റേ ചൂരൽമല മുണ്ടക്കയിൽ ഒരു വീട് വെച്ചു കൊടുക്കാന്ന് പറയും. ഇവൻ വീട് വെച്ചു കൊടുത്ത, ഇവൻ എവിടെയെങ്കിലും വീട് വെച്ചു കൊടുത്ത പോട്ടെ, ഒരു പുതപ്പെങ്കിലും മേടിച്ചു കൊടുത്ത. അല്ല, അദ്ദേഹം പറയുന്ന ഇവൻ ഇതുപോലെയുള്ള വിവരക്കേടുകളൊക്കെ പറയും. ഇവൻ CMDRF-നെ കുറിച്ച് ഇവൻ എന്താ പറഞ്ഞത്? അല്ല, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളൊന്നും മറ്റുള്ള വ്യക്തികൾ അറിയില്ല. അദ്ദേഹം ഈ വലത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത് കൈ അറിയില്ല, അറിയരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. എന്നിട്ട് ഉല്ലാസ് പന്ത്രത്തിന് 10,000 രൂപ ഇട്ട് കൊടുത്ത് ക്യാമറയിലിരുന്ന് പറയണേണ്. എന്നിട്ട് പറഞ്ഞു ആരും അറിയരുതെന്ന് പറഞ്ഞു. ഇതുപോലെയുള്ള ഈ പിണ്ണന്മാരെ പൊണ്ണന്മാരെയൊക്കെ എടുത്ത് പൊക്കാനായിട്ട് ഇപ്പൊ ഈ കേരളത്തിലെ ആളുകൾക്ക് എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള കുറെ ആളുകളുണ്ട്, മനസ്സിലായി. യൂട്യൂബിലൊക്കെ കാണുന്ന ആളുകളെയൊക്കെ എടുത്ത് തലയിൽ പൊക്കി വെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലൊരെണ്ണമാണ് ഈ മൊണ്ണ എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇവൻ എവിടെയെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 8 നില പൊട്ടുമോ എന്നുള്ള സംശയമില്ല. മെയ് 4 റിസൾട്ട് വന്ന് നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് താമസം മാറൂട്ടെ. തൃക്കാക്കരയിൽ ഇവന് എന്താ വല്ല ഭൂരിപക്ഷം വന്ന് ഞാൻ അവിടെ നിന്ന് താമസം മാറും.